കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് പൊന്നാനി എം പി അബ്ദുസമദ് സമദാനിയുടെ നേതൃത്വത്തിൽ ദേശീയപാത നിർമ്മാണ പുരോഗതി വിലയിരുത്തി അവലോകന യോഗം ചേർന്നത്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ദേശീയപാത വികസനത്തോടനുബന്ധിച്ച് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നെന്നും അതിൽ ഭൂരിഭാഗവും അനുവദിക്കപ്പെട്ടതായും അബ്ദുസമദ് സമദാനി എം പി യോഗത്തെ അറിയിച്ചു. ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ പ്രവീൺ കുമാറിന്റെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം മേൽപ്പാലങ്ങൾ, നടപ്പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണ പുരോഗതിയും വിലയിരുത്തി. ദേശീയപാതയിലെ ഡ്രൈനേജ് സംബന്ധിച്ച പ്രശ്നങ്ങൾ, അനുബന്ധ വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്തതായും അബ്ദുസമദ് സമദാനി എം പി അറിയിച്ചു. നമ്മുടെ ദേശീയപാത വികസന പ്രവർത്തനത്തോടനുബന്ധിച്ച് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പല ആവശ്യങ്ങളും ഉന്നയിക്കുകയും അതിൽ പലതും അനുവദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ഇന്ന് നടത്തിയത്. അനുവദിക്കപ്പെട്ട പദ്ധതികൾ ബഹുമാനപ്പെട്ട കൊച്ചി NHന്റെ കൊച്ചി PD-യുടെ സാന്നിധ്യത്തിൽ, അദ്ദേഹത്തോടൊപ്പമുള്ള ഓഫീസർമാരുടെ, ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നമ്മൾ വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് അനുവദിക്കപ്പെട്ട മേൽപ്പാലങ്ങൾ, അതുപോലുള്ള മറ്റു പലതും ഇനി അനുവദിക്കപ്പെടേണ്ടത്, അതേപോലെ തന്നെ ഡ്രെയിനേജ് സംബന്ധമായ പ്രശ്നങ്ങൾ, മറ്റു ചില അനുബന്ധ വിഷയങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യാനും റിവ്യൂ ചെയ്യാനും വേണ്ടിയിട്ട് വന്നതാണ്. ഓരോ സ്ഥലത്തെയും ആ കാര്യങ്ങൾ റിവ്യൂ ചെയ്തു. പല കാര്യങ്ങളും അനുവദിക്കപ്പെട്ടതിൽ നമുക്ക് നാഷണൽ ഹൈവേയോട്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട PD-യോട് നന്ദിയുണ്ട്. ആവശ്യപ്പെട്ട ഫുട് ഓവർ ബ്രിഡ്ജുകളിൽ പലതും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. 1-2 എണ്ണമാണ് ഇനി പാസ്സാകാൻ ബാക്കിയുള്ളത്. അതും നേടിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും MP വ്യക്തമാക്കി. നമുക്ക് നമ്മൾ ചോദിച്ച ഫുട് ഓവർ ബ്രിഡ്ജുകളിൽ മിക്കവാറും ഒക്കെ പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. 1-2 അവശേഷിക്കുന്നുള്ളൂ. അതും കൂടി പാസ്സാക്കാനുള്ള ശ്രമത്തിലാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് ആണ് ഇന്ന് ഇവിടെ വെച്ച് നടന്നത്. നല്ല രീതിയിൽ കാര്യങ്ങൾ ആലോചിക്കാനും തീരുമാനമെടുക്കാനും സാധിച്ചു. NH ഡിപ്പാർട്ട്മെൻറ്റിനോട്, ബഹുമാനപ്പെട്ട കൊച്ചി PD ശ്രീ പ്രവീൺ കുമാർ അവറുകളോട്, അദ്ദേഹത്തിൻ്റെ ഓഫീസിനോട് നന്ദി പറയും. വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷ ഹസീന വട്ടോളി, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, കൗൺസിലർമാരായ മുജീബ് വാലാസി, സുലൈഖ കാരക്കാടൻ, നാഷണൽ ഹൈവേ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ ഷാജി, സലാം വളാഞ്ചേരി, TK ആബിദലി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ, ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം.